നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. നടു റോഡിൽ തമ്മിലടിച്ച് കാമുകിൻ്റെയും കാമുകിയുടെയും ബന്ധുക്കൾ. കോഴിക്കോട് താമരശ്ശേരി കോടതിക്ക് പുറത്താണ് നാടകീയമായിട്ടുള്ള ഈ രംഗങ്ങൾ പുറത്തു വരുന്നത്. അത് കോടതി ഒരു തീരുമാനമെടുത്ത് കഴിഞ്ഞതിന് ശേഷം കോടതി പിരിഞ്ഞു. അതിനുശേഷമാണ് ഇപ്പോൾ പുറത്ത് കോടതി വളപ്പിൽ തന്നെ കൂട്ടയടി നടന്നിരിക്കുന്നത്. പെൺകുട്ടി പ്രണയിക്കുന്ന കാമുകനൊപ്പം പോകാൻ അനുവദിച്ചുള്ള ഉത്തരവിന് പിന്നാലെയാണ് കോടതിക്ക് മുന്നിൽ ബന്ധുക്കൾ തമ്മിലടി നടന്നിരിക്കുന്നത്. ഇതിൻ്റെ വീഡിയോ പുറത്തു വന്നിട്ടുണ്ട്. മുക്കം സ്വദേശി നിദാഷറിൻ്റെയും ആൺസുഹൃത്തായ ഷാമിലിൻ്റെയും സുഹൃത്തുക്കളും ബന്ധുക്കളും തമ്മിലാണ് കൂട്ടത്തല്ലുണ്ടായിരിക്കുന്നത്. പെൺകുട്ടിയെ കാണാനില്ലെന്ന് മുക്കം പോലീസ് സ്റ്റേഷനിൽ പരാതി പെൺകുട്ടിയുടെ ബന്ധുക്കൾ നൽകിയിരുന്നു. ഇതോടെയാണ് യുവാവിനൊപ്പം ഈ പെൺകുട്ടിയെയും പോലീസ് സ്റ്റേഷനിലേക്ക് പോലീസ് വിളിച്ചു വരുത്തിയത്. പിന്നീട് അവിടെ വെച്ച് ഒരു തീരുമാനമായില്ല. അതുകൊണ്ട് തന്നെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയ ശേഷം പോലീസ് യുവതിയെയും അതുപോലെ തന്നെ ഈ യുവാവിനെയും കോടതിയിൽ ഹാജരാക്കുകയായിരുന്നു. ആ സമയത്ത് ഒരുപക്ഷെ ബന്ധുക്കളും അവിടെ എത്തിയിട്ടുണ്ടാകും. പെൺകുട്ടിക്ക് പ്രായപൂർത്തിയായതിനാൽ തന്നെ 20 വയസ്സ് കൂടുതലുണ്ട്. അതുകൊണ്ട് തന്നെ സ്വന്തം ഇഷ്ടപ്രകാരം പോകാൻ കോടതി അനുമതി നൽകുകയായിരുന്നു. കോടതിക്ക് പുറത്ത് പിന്നീട് കോടതി പിരിഞ്ഞ് കോടതിക്ക് പുറത്ത് എത്തിയപ്പോഴാണ് വിവാഹം നടത്തി തരാമെന്ന് പറഞ്ഞ് പെൺകുട്ടിയെ ബന്ധുക്കൾ കൂടെ കൊണ്ടുപോകാൻ ശ്രമിച്ചത്. ഇതിനിടയിൽ വാക്കുതർക്കം അത് വലിയ ഒരു കൂട്ടത്തല്ലിൽ കലാശിക്കുകയായിരുന്നു. പെൺകുട്ടിയെ കൊണ്ടുപോകാനുള്ള ശ്രമം കാമുകനും സുഹൃത്തുക്കളും തടഞ്ഞു. പിന്നീട് അത് കൂട്ടടിയായി. അതിൽ ചിലർക്ക് കാര്യമായി പരിക്കേറ്റിട്ടുണ്ടെന്നാണ് അറിയുന്നത്. ഇവരെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇതിനുശേഷം പെൺകുട്ടിയെ അനുനയിപ്പിച്ചു കൊണ്ടുപോകാൻ ബന്ധുക്കൾ ശ്രമിച്ചതിനാലാണ് ഇത്തരത്തിൽ അതൊരു വാക്ക് തർക്കത്തിലേക്കും കൂട്ടത്തല്ലിലേക്കും കലാശിച്ചതെന്നാണ് യുവാവിൻ്റെ ഭാഗത്തുള്ളവർ പറയുന്നത്. ഏതായാലും തമ്മിലടി നടക്കുന്നതിനിടെ യുവതിയെ ഈ യുവാവിൻ്റെ കാമുകൻ്റെ സുഹൃത്തുക്കൾ കാറിൽ കയറ്റി കൊണ്ടുപോവുകയും ചെയ്തു. പെൺകുട്ടിയോട് സംസാരിക്കുന്നതിനിടെയാണ് സുഹൃത്തുക്കൾ പ്രശ്നമുണ്ടാക്കിയിരുന്നതെന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത്. ചില യുവാക്കൾ മരക്കഷ്ണങ്ങളുമായി എത്തി ആക്രമിക്കുകയായിരുന്നുവെന്നും ആരോപണമുണ്ട്. ഏതായാലും ഇപ്പോൾ അതിൻ്റെ വീഡിയോ ദൃശ്യങ്ങളാണ് പുറത്തു വന്നിട്ടുള്ളത്. തീർച്ചയായിട്ടും ഈ പെൺകുട്ടിക്ക് ഇപ്പോൾ കോടതിക്ക് ഇതിൻ്റെ ഒരു നിയമവശം പരിശോധിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും കോടതിക്ക് എടുക്കാൻ പറ്റുന്ന തീരുമാനം പെൺകുട്ടി പ്രായപൂർത്തിയായിട്ടുണ്ട്. അതിനാൽ തന്നെ സ്വന്തം ഇഷ്ടപ്രകാരം തീരുമാനമെടുക്കാനുള്ള ഒരു പ്രായമായതിനാൽ തന്നെയാണ് കോടതി ആ സ്നേഹിക്കുന്ന യുവാവിനൊപ്പം പോകാനായിട്ട് കോടതിയും തീരുമാനിച്ചത്. വിവാഹ പങ്കാളിയെ തിരഞ്ഞെടുക്കുന്നത് മൗലിക അവകാശമാണ്. പ്രായപൂർത്തിയായ ഒരു വ്യക്തിക്ക് തിരഞ്ഞെടുത്ത ആളെ വിവാഹം കഴിക്കാൻ ഭരണഘടനാപരമായും അധികാരമുണ്ട്. ഇതിനായി ജാതിയോ മതമോ പരിഗണിക്കേണ്ട ആവശ്യമില്ല. ഭരണഘടന നൽകുന്ന മൗലിക അവകാശ പ്രകാരമാണ് പ്രായപൂർത്തിയായ പൗരന്മാർക്ക് അവർക്ക് ഇഷ്ടമുള്ളവരെ വിവാഹ പങ്കാളിയായി സ്വീകരിക്കാമെന്നും ആ സ്വാതന്ത്ര്യപ്രകാരം രണ്ട് വ്യക്തികൾ തമ്മിലുള്ള ബന്ധത്തിൽ മതത്തിൻ്റെയോ ജാതിയുടെയോ പേരിൽ മറ്റൊരാൾക്കും ഇടപെടാനാവില്ല. പ്രായപൂർത്തിയായ രണ്ട് വ്യക്തികൾ അവരുടെ സ്വന്തം ഇഷ്ടത്തിന് ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനിച്ചാൽ അതിന് തടയിടാൻ ഒരു സർക്കാരിനും സാധിക്കില്ല. സ്വന്തം ലിംഗത്തിൽപ്പെട്ടവർക്ക് വരെ ഒന്നിച്ച് സ്വസ്ഥമായി ജീവിക്കാൻ നിയമം അനുവദിക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ പ്രായപൂർത്തിയായ രണ്ട് വ്യക്തികൾ അവരുടെ സ്വന്തം ഇഷ്ടത്തിന് ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനിച്ചാൽ അതിന് തടയിടാൻ ഒരു വ്യക്തിക്കോ കുടുംബത്തിനോ സർക്കാരിനോ കഴിയില്ല. പ്രായപൂർത്തിയായവരും, അതായത് പുരുഷന് 21, സ്ത്രീക്ക് 18, വിവാഹമോചിതരോ അവിവാഹിതരോ ആയിരിക്കണം. ഇവർക്ക് നിയമപരമായ സംരക്ഷണം ലഭിക്കുമെങ്കിലും വിവാഹിതരായ ദമ്പതികൾക്കുള്ള അവകാശങ്ങൾ, അതായത് സ്വത്തവകാശം, പിന്തുടർച്ച അവകാശം ഇവർക്ക് ലഭിക്കണമെന്നില്ല. ഇവിടെ നിയമപരമായി നോക്കുകയാണെങ്കിൽ പ്രായപൂർത്തിയായിട്ടുണ്ടെങ്കിൽ ആ പെൺകുട്ടിക്ക് അവർക്ക് ഇഷ്ടമുള്ള ഒരാളുടെ കൂടെ ജീവിക്കാൻ കോടതിയും അതുപോലെ തന്നെ നമ്മുടെ മൗലിക അവകാശങ്ങളും അനുവദിക്കുന്നുണ്ട്. ഏതായാലും ഇപ്പോൾ ഉണ്ടായിട്ടുള്ള കോടതിക്ക് പുറത്തുണ്ടായിട്ടുള്ള ഈ ഒരു വീഡിയോ ദൃശ്യങ്ങൾ ഇപ്പോൾ വലിയ രീതിയിൽ തന്നെ വാർത്തകളിലും സോഷ്യൽ മീഡിയയിലും വൈറലാവുന്നുണ്ട്.